നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് ഇന്നും പരക്കെ മഴയ്ക്ക് സാധ്യത. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. മറ്റ് ജില്ലകളിലും ഇടത്തരം മഴ ലഭിക്കുമെന്നാണ് മുന്നറിയിപ്പ്. ബംഗാൾ ഉൾക്കടലിൽ വടക്കൻ ഒഡീഷയ്ക്ക് മുകളിൽ ന്യൂനമർദ്ദം സ്ഥിതി ചെയ്യുന്നതിന്റെ സ്വാധീനമായാണ് കേരളത്തിന്റെ മഴ ശക്തമാകാൻ കാരണം. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ 65 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റിനും സാധ്യതയുണ്ട്. തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അതിശക്തമായ മഴ ഇന്നലെ മുതൽ തുടങ്ങിയിരിക്കുകയാണ്. ചാല മാർക്കറ്റുകളിലടക്കം വെള്ളക്കെട്ടുണ്ടായിട്ടുണ്ട്. പക്ഷേ രൂക്ഷമായ വെള്ളക്കെട്ടല്ല എന്നത് ആശ്വാസമാണ്. എന്തായാലും ശക്തമായ മഴ നിർത്താതെ പെയ്തുകൊണ്ടിരിക്കുന്നത് കച്ചവടക്കാർക്കടക്കം വലിയൊരു വിഭ്രാന്തി പരത്തുന്നുണ്ട്. കാരണം ഓണവിപണിയെ ലക്ഷ്യമിട്ടുകൊണ്ട് ഒരുപാട് പൈസ മുടക്കി പണം ഇറക്കിയാണ് അവർ കച്ചവടത്തിനായി സാധനങ്ങളുമായി തിരുവനന്തപുരത്തേക്ക് എത്തിയിരിക്കുന്നത്. പ്രത്യേകിച്ച് അന്യസംസ്ഥാന തൊഴിലാളികളാണ് ഇത്തരത്തിൽ എത്തിയിരിക്കുന്നത്. അവർക്കൊക്കെ വലിയൊരു അടിയായിക്കൊണ്ടാണ് ഈ മഴ എത്തിയിരിക്കുന്നത്. പക്ഷേ മഴ എന്ന് കരുതി ആരും പുറത്തിറങ്ങാതെ ഇരിക്കുന്നില്ല എന്നത് ആശ്വാസകരമാണ്. പക്ഷെ അപ്പോഴും ശക്തമായ മഴയാണെങ്കിൽ പുറത്തിറങ്ങാതിരിക്കുന്നതാണ് നല്ലത്. കാരണം മരങ്ങൾ കടപുഴകി വീഴാനും മഴച്ചില്ലകൾ ഒടിഞ്ഞു വീഴാനും ഒക്കെയുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് എന്നത് ഓർക്കുക. അതുകൊണ്ട് തന്നെ പലരും പറയുന്നത് അതിശക്തമായ മഴയാണെങ്കിൽ പുറത്തേക്ക് ഇറങ്ങുന്നത് ഒഴിവാക്കണം, അനാവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ അത്യാവശ്യമല്ലാത്ത ഘട്ടങ്ങളിൽ ഒഴിവാക്കുക തന്നെ വേണം എന്നാണ് വ്യക്തമാക്കുന്നത്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മഴയുടെ ശക്തി കൂടുന്നതിനനുസരിച്ച് വെള്ളക്കെട്ട് രൂക്ഷമാകാത്തത് ഏതായാലും തിരുവനന്തപുരത്തെ സംബന്ധിച്ച് ആശ്വാസകരമായിട്ടുള്ള കാര്യമാണ്. മലയോര മേഖലയെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ ഇന്ന് അതിരാവിലെ മുതൽ തന്നെ അതിശക്തമായ മഴയാണ് മലയോര മേഖലകളിലൊക്കെ തന്നെ പെയ്യുന്നത്. കഴിഞ്ഞ ആഴ്ചകളിൽ പെയ്ത അതിശക്തമായ മഴയിൽ കാറ്റിൽ കടപുഴകി വീണ മരങ്ങൾ പലതും വീഴുന്നു. വീടുകൾക്ക് കേടുപാടുകൾ സംഭവിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. വാമനപുര നദി അടക്കമുള്ളവയിൽ വെള്ളം കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും കടൽ പ്രക്ഷുബ്ധമാകാൻ സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കണമെന്ന മുന്നറിയിപ്പ് കൂടി വരികയാണ്. മഴയ്ക്ക് നേരിയ ശമനം ഉണ്ടായെങ്കിലും കോട്ടയം ജില്ലയിൽ മഴക്കെടുതിയുടെ ദുരിതം തുടരുകയാണ്. താഴ്ന്ന പ്രദേശങ്ങളിലെ വെള്ളക്കെട്ട് കാരണം നിരവധി വീടുകൾ ഇപ്പോഴും താമസയോഗ്യമല്ല. ജില്ലയിൽ 129 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി ഏകദേശം 12,000 പേരാണ് കഴിയുന്നത്. മീനച്ചിലാറിലെ ജലനിരപ്പ് താഴ്ന്നു തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ പടിഞ്ഞാറൻ മേഖലയിൽ കുമരകം, തിരുവാർപ്പ്, ഐമനം പഞ്ചായത്തുകളിലെ നിരവധി പ്രദേശങ്ങൾ ഇപ്പോഴും വെള്ളക്കെട്ടിലാണ്. ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കോട്ടയത്തെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ പ്രവേശന നിയന്ത്രണം തുടരുകയാണ്. ഇലവീഴ, പൂഞ്ചിറ, അതുപോലെ തന്നെ ഇല്ലിക്കൽ കല്ല്, മാർമല, അരുവി തുടങ്ങിയ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കുള്ള പ്രവേശനം ഈരാറ്റുപേട്ട വാഗമൺ റോഡിലെ രാത്രികാല യാത്രയും ഇന്ന് രാത്രി വരെ നിരോധിച്ചതായി ജില്ലാ കളക്ടർ അറിയിച്ചു. ഇടുക്കിയിലും മഴയുടെ ശക്തി കുറഞ്ഞിട്ടുണ്ട്. അടിമാലിയിൽ നിലവിൽ ചാറ്റൽ മഴ മാത്രമാണ് ലഭിക്കുന്നത്. ദുരിതാശ്വാസ ക്യാമ്പിൽ 2 കുടുംബങ്ങളാണ് കഴിയുന്നത്. ചാറ്റുപാറ വീടുകളിൽ കയറിയ വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. അതേസമയം നവീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്ന ചൊവ്വാഴ്ച 85-ാം മൈൽ മേഖലയിൽ മണ്ണിടിച്ചിൽ ഭീഷണി നിലനിൽക്കുന്നുണ്ട്. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നാണ് അധികൃതരുടെ വിലയിരുത്തൽ. തിരുവനന്തപുരം ജില്ലയിൽ ഇന്നലെ രാത്രി ഉണ്ടായ ശക്തമായ മഴയ്ക്ക് രാവിലെ ശമനമുണ്ടായെങ്കിലും മലയോര മേഖലകളിൽ ശമനമില്ല. ഒറ്റപ്പെട്ട മഴ ശക്തമായി തന്നെ തുടരുകയാണ്. കലമന, നെയ്യാ തുടങ്ങിയ നദികളിലെ ജലനിരപ്പും ഉയർന്നിട്ടുണ്ട്. അതിനിടെ മുതലപ്പുഴയിൽ വെള്ളം മറഞ്ഞ് കാണാതായ ഷിജിനെയും വിഴിഞ്ഞത്ത് നിന്ന് കാണാതായ ജോണിനെയും കണ്ടെത്താനുള്ള തെരച്ചിൽ പുനരാരംഭിച്ചു. പ്രതികൂല കാലാവസ്ഥയിലും വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ തെരച്ചിൽ തുടരുകയാണ്. സംസ്ഥാനത്ത് മഴ തുടരുന്ന സാഹചര്യത്തിൽ മലയോര മേഖലകളിലും താഴ്ന്ന പ്രദേശങ്ങളിലും താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ നിർദ്ദേശിച്ചു.